നിപ്പ പ്രതിരോധത്തിൽ ആഗോളതലത്തിൽ 70% മുകളിൽ മരണനിരക്കുള്ള ഒരു രോഗത്തെ 33% മരണനിരക്ക് പിടിച്ചുകെട്ടാൻ കേരളത്തിന് സാധിച്ചു. ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾക്ക് അത് ഖണ്ഡിക്കണമെങ്കിൽ ഖണ്ഡിക്കാം, വസ്തുതാപരമായിട്ട് ഖണ്ഡിക്കാം. 2023 കോഴിക്കോട് ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ നമ്മുടെ നിപ്പ രോഗികൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു. 33% മാത്രമാണ് സാർ അതിൽ മരണനിരക്ക്. മങ്കി പോക്സുമായിട്ട് ബന്ധപ്പെട്ട് സാർ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു മങ്കി പോക്സ് കേസ് ഉണ്ടായി. വിദേശത്ത് നിന്ന് വരുന്ന ആളുകളിൽ നിന്ന് മറ്റൊരു രണ്ടാമതൊരാളിലേക്ക് രോഗം പകരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ ഈ കാലഘട്ടത്തിൽ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാർ. അത് പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവായിട്ട് കാണണം സാർ. സിക്ക കൊതുകുജന്യ രോഗമാണ്. കൊതുകുജന്യ രോഗം സിക്ക റിപ്പോർട്ട് ചെയ്തപ്പോൾ സാർ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടെ വളരെ ഗുരുതരമായിട്ട് ഒരു പക്ഷേ ബാധിച്ചേക്കാവുന്നതാണ്. പക്ഷേ അതിനെ പിടിച്ചുകെട്ടുവാൻ, ഞാൻ ഈ കാലഘട്ടത്തിലെ കാര്യം മാത്രമാണ് പറയുന്നത് സാർ, അതിനെ പിടിച്ചുകെട്ടുവാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളതാണ് സാർ. ചികിത്സാ മേഖലയിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനം കേരളത്തിൻ്റെ ആരോഗ്യരംഗം കാഴ്ചവെച്ച് തന്നെയാണ് സാർ മുന്നോട്ട് പോകുന്നത് സാർ. ചികിത്സാ രംഗത്തുണ്ടായ മാറ്റം, ഇവര് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല എന്ന് പറയുന്നു സാർ. ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ, എല്ലാ മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ ഉണ്ടെങ്കിൽ സാർ, ആ കാത്ത് ലാബുകൾ സ്ഥാപിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് സാർ. ഈ 9 വർഷം മുൻപ് ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല സാർ. പക്ഷേ ഈ 9 വർഷത്തിന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 13 ജില്ലകളിൽ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ ഉണ്ട്. എന്താണ് അതിൻ്റെ മാറ്റം? അതുകൂടി നമ്മൾ സംസാരിക്കണ്ടേ? ആ മാറ്റം സംസാരിക്കുമ്പോഴാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് എങ്ങനെ ഗുണപരമായി ഈ മാറ്റം അനുഭവവേദ്യമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സാർ. നേരത്തെ കാത്ത് ലാബുകൾ സ്ഥാപിക്കുന്നതിന് മുൻപ് ആശുപത്രികളിൽ എത്തി മരണപ്പെടുന്നവരുടെ എണ്ണം, കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെടുന്നവരുടെ ശതമാനം 30% സാർ. പക്ഷേ ഇപ്പോൾ അത് 6% കുറയ്ക്കുവാൻ കേരളത്തിൽ കഴിഞ്ഞു സാർ. പണ്ട് പല സ്വകാര്യ ആശുപത്രികളുടെയും പരസ്യ ബോർഡുകൾ ഉണ്ടായിരുന്നു. 6 ലക്ഷം രൂപ, 5.5 ലക്ഷം രൂപയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. ഇന്ന് ആ സ്ഥാനത്ത് സാർ അവർ പറയുകയാണ് 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് സാർ കേരളത്തിലെ കാത്ത് ലാബുകളിൽ സൗജന്യമായി കാസ്പിലൂടെ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരുക്കി എന്നുള്ളത് കൊണ്ടാണ് സാർ അത് സാധ്യമായിട്ട് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇടപെടൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും സാർ. മെഡിക്കൽ വിദ്യാഭ്യാസം, ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് സാർ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് RCC, MCC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കൂടാതെ മെഡിക്കൽ കോളേജുകൾ, അതുകൂടാതെ 28 ജില്ലാ ആശുപത്രികൾ, ഇവിടെ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ. മെഡിക്കൽ കോളേജുകളിൽ ഇനാക് മെഷീൻ ഉണ്ടായിരുന്നില്ല സാർ UDFൻ്റെ കാലഘട്ടത്തിൽ, അത് LDFൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സാർ. എൻ്റെ മുന്നിൽ ഉള്ളത് ഒരു പത്രത്തിൻ്റെ കട്ടിങ്ങാണ് സാർ. ഈ പത്രത്തിൻ്റെ കട്ടിങ്ങിൽ പറയുന്നത്, രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ, കൊച്ചി ക്യാൻസർ സെന്റർ ജലരേഖയായി, കമ്മീഷൻ ഉത്തരവ് ചീഫ് സെക്രട്ടറി തള്ളി, ക്യാൻസർ സെന്റർ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ. ജസ്റ്റിസ് JB കോശിയാണ് സാർ ഇന്നത്തെ കമ്മീഷൻ. അപ്പോൾ ഒരു ജില്ലാ സഹകരണ ബാങ്ക് 450 കോടി രൂപ നൽകാം എന്ന് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ കൊച്ചിയിൽ ക്യാൻസർ സെന്റർ വേണ്ട എന്ന നിലപാടെടുത്ത UDF സർക്കാരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സാർ LDF സർക്കാർ വന്നപ്പോൾ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട് സാർ മധ്യ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാൻസർ സെന്റർ കൊച്ചിയിൽ തയ്യാറായിരിക്കുകയാണ് സാർ. അതിൻ്റെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയും സാർ. അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളിൽ ഓരോന്നിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റമുണ്ട് സാർ. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഓരോരുത്തരായി സംസാരിച്ചല്ലോ, അവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം സാർ. റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചികിത്സാ സംവിധാനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. കാർട്ടിസെൽ തെറാപ്പി സാർ, ബഹുമാനപ്പെട്ട ചെയർ, അങ്ങയുടെ മണ്ഡലത്തിലുള്ള മലബാർ ക്യാൻസർ സെന്റർ ഇന്ത്യയിൽ വളരെ കുറച്ച് ആശുപത്രികൾ മാത്രമേ ഉള്ളൂ, ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല സാർ. അതായത് രോഗമില്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രോഗമുള്ള കോശങ്ങളെ, ക്യാൻസർ കോശങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് സർ കാർട്ടിസെൽ തെറാപ്പി. 50 ലക്ഷം, 60 ലക്ഷം, 70 ലക്ഷം രൂപ പുറത്താകുന്ന ആ ചികിത്സ മലബാർ ക്യാൻസർ സെന്ററിൽ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ RCC വികസിപ്പിക്കുകയാണ് സാർ. മലബാർ ക്യാൻസർ സെന്ററിൽ അവിടെ വളരെ വിജയകരമായി ചെയ്യുന്നു സാർ. ഇതാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റം. ഇതിൽ ബേജാറായിട്ട് കാര്യമില്ല സാർ, ഇതിൽ ബേജാറായിട്ട് ഒരു കാര്യവുമില്ല.